ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വലിയരിക്ക് വെള്ളച്ചാട്ടത്തിലാണ്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചൽ 1-ാം വാർഡിലാണ് ഈ ഒരു വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. മോനെ നമ്മൾ അങ്ങോട്ട് പോവാ. എന്തിനാ വന്നേ നമ്മള്? വെള്ളത്തിലാ? വെള്ളച്ചാട്ടം കാണാനോ? ഓക്കെ. വാട്ടർഫാളിലേക്ക് പോകുന്ന ഈ ഒരു എൻട്രൻസ് ഏരിയയിലാണ് ഈ ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ നിന്നായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ ജീവനക്കാർ ഈവൻ സെക്യൂരിറ്റി ടിക്കറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോയി ഈ വെള്ളച്ചാട്ടം കണ്ട് മടങ്ങാനായിട്ട് സാധിക്കും. ഹൗ മെനി ഇയർ ദേ വാണ്ട് ടു ടേക്ക് ടു ഫിനിഷ് ദിസ് വർക്ക്? So maybe it will take 2-3 years or exact how many years they will take that we don't know. സോ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് 70 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിനുള്ളിൽ ക്യാൻറ്റീനുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, റെസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും വരെ ചിലപ്പോൾ ഒരുപക്ഷേ ഈ ഒരു ബിൽഡിങ്ങിനുള്ളിൽ നിന്നായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് സെക്യൂരിറ്റി. അപ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തികളൊക്കെ നല്ല ഭംഗിയായി തന്നെ ടൂറിസം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് സേഫായിട്ട് എത്താൻ വേണ്ടി സേഫ്റ്റി ഗ്രിൽസ്, സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. ഈ താഴെ നിന്ന് മുകളറ്റം വരെ ആ ഒരു നമുക്ക് ഏറ്റവും മുകളിൽ ചെന്ന് നല്ല രീതിയിൽ കാണത്തക്ക രീതിയിലൊക്കെ അവിടെ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. നിലവിൽ ഇവിടെ ജീവനക്കാരോ സെക്യൂരിറ്റിയോ ആരും തന്നെ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഭാവിയിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ വെള്ളച്ചാട്ടം കാണാൻ തന്നെ എത്തുന്നുണ്ട്. ഇതിന് മുന്നേ ഒരു 2-3 ഇയർ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് ഗൂഗിൾ മാപ്പിൽ ഒന്നും തന്നെ ഈ ഒരു സ്ഥലം കാണത്തില്ല. ഇതൊരു ഹിഡൻ ജെമ്മായി കിടന്നേനെ. അഞ്ചലിൻ്റെയും ഏരൂരിൻ്റെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായ ഒരു ഹിഡൻ ജെമ്മായി തന്നെ ഇത് തുടർന്നേനെ. പക്ഷേ ഇതെന്തായാലും ടൂറിസം വകുപ്പൊക്കെ കണ്ടു എടുത്തു. എന്നിട്ട് ഇവർ ഇത്രയും പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് വരും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ ഈ ഒരു വെള്ളച്ചാട്ടം കാണുന്നതിനായിട്ട് എത്താറുണ്ട് കേട്ടോ. കൊല്ലം ജില്ലയിലെ ഏരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതെങ്കിലും അഞ്ചൽ അത് തൊട്ടടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അവിടുന്ന് ഒരു 6 കിലോമീറ്റർ മാക്സിമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഞ്ചൽക്കാരുടെ ഞങ്ങൾ ഏരൂർക്കാരുടെ ഒക്കെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നാടൻ കുറ്റാലം എന്നാണ് കേട്ടോ ഇതിനെ നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാനും കുളിക്കാനും ഒക്കെയായി ഈ സ്ഥലം മാറിക്കഴിഞ്ഞു. ഇതിന് മുന്നേ ആയിക്കോട്ടെ അതെല്ലാം സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ സേഫായിട്ട് നമുക്ക് അവിടെ ചെന്ന് വെള്ളത്തിലിറങ്ങി ആഴോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വലിയ ആഴമൊന്നുമുള്ള ഏരിയ അല്ല. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെന്ന് നമുക്ക് നല്ല രീതിയിൽ കുളിക്കാനും എൻജോയ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കും. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു വെള്ളം ഒഴുകി വരുന്നത് കാണാൻ തന്നെ. പ്രകൃതിയുടെ പാലരുവിയാണ് ഇവിടം കേട്ടോ. ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ശബ്ദ ഭംഗി ഈ ഒഴുകി വരുന്നതിന് അങ്ങ് താഴെ നമ്മൾ എൻട്രൻസ് ഏരിയ എന്നാൽ തന്നെ ഇതിൻ്റെ ഒരു എരപ്പ് കേൾക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ എരപ്പ് വാട്ടർഫാൾ എന്നുകൂടി പേര് വരാനുള്ള കാരണം. ഞാനൊക്കെ ഒരുപാട് തവണ അവിടെ വന്നിട്ടുണ്ട്. ഈ സ്ഥലം ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളത് ആ ടോപ്പിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ഇവർ ഈ സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം കൈവരിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ ചെന്ന് നിന്നിട്ട് നല്ല വ്യൂവിൽ കാണത്തക്ക രീതിയിൽ ഇവർ ഇതിൻ്റെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിന് ഹാൻഡ്സ് ഓഫ് ടു ഗ്രാമപഞ്ചായത്ത് ആൻഡ് എൻ്റെ ടീം. പ്രകൃതി ഒരുക്കിയിരിക്കുന്നൊരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കേട്ടോ. എന്താ ഒരു ഭംഗി. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ആ ഈ ഒരു ടോപ്പിൽ ഇതുപോലെ അവർ നല്ല രീതിയിലൊക്കെ പണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പം തന്നെ നമുക്ക് മനസ്സിനൊരു പീസ്ഫുൾനെസ്സാണ്. എന്താ ഭംഗി, നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇപ്പോൾ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നത് കുഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് മനോഹരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് കുളിക്കാൻ സാധിക്കും. അപ്പോൾ ലേഡീസൊക്കെ ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ ആ ബിൽഡിങ്ങിൻ്റെ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ലേഡീസിനൊക്കെ സേഫായിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് കുളിക്കാനും ഡ്രസ്സൊക്കെ അവിടെ ചെന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഇതിനൊന്നുമുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ ജെൻസൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, അവർക്ക് ഇവിടെ വന്നിട്ട് കുളിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ വന്നിട്ട് ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതാണ് ഒരു മൈനസ് പോയിൻ്റായിട്ട് ഇപ്പോഴും അവർ പറയുന്നത്. അപ്പോൾ ജെൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ ഉള്ളൂ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന ഒരു പരാതിയും
നിലനിൽക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തായാലും ഒരാഗ്രഹം ഉണ്ടായിരുന്ന, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് എങ്ങനെയാണ് ആ വെള്ളം വന്നിട്ട് ഇത് താഴേക്ക് വെള്ളച്ചാട്ടമായി പതിക്കുന്നത് എന്നും ആ ഒരു വ്യൂ കാണണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ പിടിച്ച് കയറി പോകണം കേട്ടോ. അത്തേക്ക് നമ്മൾ പിടിച്ച് കയറി പോവുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ നല്ല മനോഹരമായി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ് ഗൈസ് കാണാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിൽ കയറിയിട്ടും അവിടെ ആ ഒരു കാഴ്ചകളും, അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഒന്ന് സ്ലിപ്പാവുന്ന ഒന്നുമില്ല കേട്ടോ. അവിടെ അങ്ങ് സ്ലിപ്പ് ആവുന്ന ഒരു ഏരിയയേ അല്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിലും ചെന്ന് കുളിക്കാനും അവിടെ ചെന്ന് കുറച്ച് സമയം മനസ്സമാനമായിട്ട് ഇരിക്കാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് ഇത്രയും ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ ചെയ്തിട്ട് ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ സ്ഥലം ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും വരണം എന്ന ചിന്തയുമായിട്ട്, എന്ന ഒരു മനസ്സുമായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രത്തോളം മനോഹരമായിട്ട് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കില്ല ദൃശ്യവിസ്മയമായ ഈ ഒരു വെള്ളച്ചാട്ടത്തെ. ഈ വെള്ളമാണ് ദൃശ്യവിസ്മയമായി താഴേക്ക് ഒഴുകി വെള്ളച്ചാട്ടമായി പതിക്കുന്നത്. വളരെ മനോഹരമാണ് കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അവർ ഒരു പ്രാവശ്യം കണ്ടു മടങ്ങിയതിന് ശേഷം ഇനി അവിടെ പോകുന്നില്ല എന്ന മനസ്സോടുകൂടി ആരും പോകാറില്ല. ഞാനൊക്കെ തന്നെ ഒരു 10 പ്രാവശ്യത്തിന് മുകളിലായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുണ്ട്. എപ്പോൾ കാണാൻ വന്നാലും പിന്നീട് വരണം എന്ന ആഗ്രഹവുമായിട്ട് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടേക്ക് വീണ്ടും വരും എന്ന ആഗ്രഹവുമായിട്ട് ഞാനും ഇനി യാത്ര തിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊള്ളുന്നു.